വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇരിങ്ങൽ മുതൽ ചോറോട് പാലം വഴി വടകര ടൗൺ വരെയുള്ളതാണ്. അതിൽ നമുക്ക് ഏറ്റവും ഒരു സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ചോറോട് പാലം കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിങ്ങൽ ഉള്ള ഒരു അണ്ടർപാസ് ആണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ മൊത്തം മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഇവിടെ നല്ലൊരു വലിയ കുഴി പോലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ അതായത് ഒരു കയറ്റം ഒക്കെ ഒരു ലൈറ്റ് സ്ലോപ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള വർക്കാണ്. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇനി നമ്മൾ ചോറോട് പാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാലം പണ്ട് നമുക്ക് എല്ലാവരും ഇപ്പോൾ കോഴിക്കോട് റൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കൊക്കെ അറിയാം, എപ്പോഴും ബ്ലോക്ക് ആവുന്ന ഒരു മേഖലയാണത്. ഗോൾഡ് ട്രേഡിംഗ് അഥവാ ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ ഇപ്പം പോയ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും അതിനുള്ള ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള ആളുടെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ചോറോട് പാലത്തിൻ്റെ മുകളിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. ഇനി ഡയറക്റ്റ് ചോറോട് പാലത്തിലേക്ക് ഇപ്പോൾ കയറും. രണ്ട് ലൈനുള്ള ചോറോട് പാലം 6 ലൈനുള്ള പാലമായി മാറിയപ്പോൾ സ്ഥലം തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് യാത്രാ ദൂരവും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ കംപ്ലീറ്റ്ലി കുറഞ്ഞ് നല്ല അടിപൊളി ആയിട്ട് മാറിയിട്ടുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മളെ ഇനിയുള്ള ഒരു 2 വർഷം കഴിഞ്ഞാലുള്ള യാത്രകൾ. ഒന്നും എവിടെയും നമ്മളൊന്നും അറിയില്ല, പെട്ടെന്ന് നമ്മൾ പല ഇടങ്ങളിലും എത്തിച്ചേരും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ധർമ്മടത്തേക്ക് നമ്മൾ 1 മണിക്കൂർ തികച്ചു വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഭാഗം പരിസ്ഥിതി ലോല മേഖല ആയതുകൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇളകിപ്പോകും, പെട്ടെന്ന് തന്നെ പൊട്ടി പൊളിഞ്ഞു പോകും എന്നുള്ള ഒരു കണ്ടെത്തലിലൂടെയാണ് ഇവിടെ മുഴുവനായും ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് ഫോം ആയിട്ടുള്ള റോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഒന്നും വരാൻ ഇല്ല എന്നാണ് എനിക്ക് പ്രതീക്ഷ. കാരണം നല്ല വഴുക്കലുണ്ടാവും, അത് ശ്രദ്ധിച്ച് പോകേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമെന്റിൽ സാധാരണ താറിൽ പിടിക്കുന്നതിനേക്കാളും വേഗത്തിൽ ഈ വഴുക്കുന്ന ആ ഒരു ആൽഗാസ് പിടിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം നല്ല നല്ല സ്മൂത്ത് റണ്ണിങ് ആയിരിക്കും. ഈ ഭാഗത്ത് വലിയൊരു ദൂരത്തിൽ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. കാരണം ഇരുവശത്തേക്കുള്ള റോഡൊക്കെ ഓപ്പൺ ആക്കി കൊടുത്ത് നല്ല ഭംഗിയിൽ കാണാനുണ്ട് ഈ ഒരു ഭാഗത്ത്. നമ്മൾ ഏതാണ്ട് വൈകിട്ടോട് കൂടിയാണ് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വൈകിട്ടത്തെ ഒരു കാഴ്ചയിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മളെ റോഡുകൾക്കും നമ്മുടെ കാലാവസ്ഥക്കും ഒക്കെ ആയിട്ട്. നല്ല ചൂടുള്ള ഒരു സമയത്തായിരുന്നു നമ്മൾ ഈ യാത്ര നടത്തിയത്. വടകര ഭാഗത്തേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ഭാഗത്ത് അത്യാവശ്യം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൃത്യമായി ക്ലിയറായി വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഒരു വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നോർമൽ ടൈമിൽ തന്നെ തീർക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ഒരു ഏരിയ ആയിരിക്കും അത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടില്ല. സ്ഥലമൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മെയിൻ ഹൈവേ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബ്ലോക്കിലൊന്നും നമ്മൾ പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇതൊക്കെ സർവീസ് റോഡ് വഴിയുള്ള കട്ടിങ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയൊക്കെ
മെയിൻ ഹൈവേ വഴി തന്നെ പോകാനുള്ള സൗകര്യം ഉണ്ടാവും. വടകരയിൽ നിന്ന് എവിടെയും ബ്ലോക്ക് ആവാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി യാത്ര നടക്കും. ഇരുവശത്തും റോഡിന്റെ വർക്കുകൾ അത്യാവശ്യം നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറേ ഓപ്പൺ ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചില ഓട്ടോ ഡ്രൈവർമാരൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് മറ്റ് വാഹനങ്ങളുടെ യാതൊരു വിധത്തിലുള്ള സേഫ്റ്റി നോക്കാതെ ഇപ്പോൾ തന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. നമ്മളെ മുന്നിലുള്ള ഇന്നോവ വണ്ടി ലോറിയുടെ ബാക്കിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഇപ്പോൾ ഉണ്ടാവും ഇതാ ഒറ്റ നിർത്തലാണ്. അപ്പം ഞാൻ നിർത്തി അതിൻ്റെ പിന്നാലെ വേദാക്കണ്ട അവിടെ ഇന്നോവ വണ്ടികൾ അത്രയും ഒരു ശ്രദ്ധയില്ല. അതിപ്പോൾ പകുതി ഭാഗം റോഡിലുള്ളത്. ഇത് വടകരയാണ്. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ വളരെ തീരെ ശ്രദ്ധയില്ലാത്തൊരു പരിപാടിയാണ്. ഞാൻ നിർത്തിയപ്പോൾ എൻ്റെ പിന്നിലുള്ള മറ്റു വാഹനങ്ങളൊക്കെ നിർത്തി. അപ്പോൾ ആ ലോറി നിർത്തേണ്ടി വന്നു. ലോറി സഡൻ ബ്രേക്ക് ഇട്ടപ്പം ഇന്നോവയും അതേപോലെ തന്നെ. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വടകരയുടെ മുഖച്ഛായ തന്നെ മാറും എന്നുള്ളതൊരു പ്രത്യക്ഷമായി തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വടകരയിൽ നടക്കുന്ന വർക്കുകൾ ആ രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകര ടൗണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ വർക്കുകൾ നടന്നില്ല എന്നല്ല, കുറേ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മൾ ശരിക്കും ബ്ലോക്ക് പെട്ട് ആകെ കുടുങ്ങി മറിയുക. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയും വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇരുവശത്തുമായിട്ട് കൂടിയാണ് വാഹനം വിടുന്നതെങ്കിലും അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അതിപ്പോൾ നിങ്ങൾ എന്തായാലും കാണും. അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് ഇതിൽ നമ്മൾ നടക്കുന്നത്. പക്ഷേ വടകരയിൽ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം അത്രയും ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത്. ട്രേഡിങ്ങിന് താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. ഫോറക്സ് ട്രേഡിംഗ് ആണ്. താല്പര്യമുള്ള ആളുടെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ വടകരയുടെ ഗതാഗതക്കുരുക്കിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ ഒരു ഗതാഗതക്കുരുക്കിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അഭിപ്രായങ്ങൾ എഴുതുക. ഓക്കെ, താങ്ക് യു.